പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ബോവസ് രൂത്തിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ, കൂടെ ഇരുന്ന് കഴിക്കാൻ, കൂടെ ഇരുന്ന് കഴിക്കുക എന്ന വലിയ പദവിയിലേക്ക് അവളെ ക്ഷണിക്കുന്നു. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് പുറംപറമ്പിൽ കിടന്നവൾ, അന്യജാതിക്കാരി ആയവൾ, ഇതാ ഇസ്രായേൽ വംശത്തിലെ ഒരു ശ്രേഷ്ഠൻ്റെ കൂടെ ഹല്ലേലൂയ ഒരുമിച്ച് കഴിപ്പാൻ, ഒരുമിച്ച് ചാറ്റിൽ മുക്കി ആഹാരം കഴിപ്പാനുള്ള ആഹ്വാനം കൊടുക്കുന്നു, അതിനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. എന്താ യോഗ്യത? ഒരു യോഗ്യതയുമില്ല. ഭാഗ്യവശാൽ അവൾ ആ വയലിൽ കാല് വെച്ചത് അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. നമ്മുടെ കർത്താവും ഇതാ ഭാഗ്യവശാൽ നമ്മുടെ വാതിക്കൽ നിന്നുകൊണ്ട് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവിനോട് കൂടെ ഇരുന്ന് കഴിപ്പാൻ നമുക്ക് ലഭിച്ച ആ നല്ല ഭാഗ്യത്തിന് വേണ്ടി, നല്ല ഇൻവിറ്റേഷനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ലോകത്തിൽ ആർക്കും ലഭിക്കാത്ത, മറ്റാർക്കും ലഭിക്കാത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമത്രേ കർത്താവിനോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത്. കർത്താവിനോട് കൂടെ ഒരു മേശയിലിരിക്കുക, ഒരു മേശ പങ്കിടുക എന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ അവസ്ഥയത്രേ. ഒരു വീട്ടിൽ ഒരു മേശ ഒരുക്കിയാൽ ആ മേശയ്ക്ക് ചുറ്റും വീട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കുന്നത്, വീട്ടിന് പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒന്നാമതായി തരുന്ന സന്ദേശം, ആ മേശയ്ക്കകത്ത് നമുക്കൊരു സ്ഥാനം തന്നപ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി കർത്താവ് നമ്മുടെ ഹല്ലേലൂയ കർത്താവായി മാറുകയാണ്. അവൻ നമ്മുടെ ആത്മനാഥനായി മാറുകയാണ്. അവൻ്റെ സ്വന്തമായി നമ്മെ ദൈവം മാറ്റി. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ അവൻ സ്വന്തമാക്കി മാറ്റി, തൻ്റെ പുത്രനാക്കി മാറ്റി, മണവാട്ടിയാക്കി മാറ്റി. ഇന്ന് പകൽക്കാലവും ഈ ഭാഗ്യം ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കും? കൂടെ ഇരുന്ന് കഴിക്കുക എന്നത് ഏറ്റവും വലിയ പദവി അത്രേ. പ്രിയരെ, അത് ഓർക്കുമ്പോൾ ആ കര ഒന്ന് ഉയർത്തി നന്ദി പറയാൻ പറ്റുമോ? നമുക്കൊരു യോഗ്യതയുമില്ല. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ വലിയവനായ കർത്താവിനോട് കൂടെ ഇരിക്കാൻ, കൂടെ ഇരുന്ന് ഭക്ഷിപ്പാൻ, കൂടെ ഇരുന്ന് ഹല്ലേലൂയ ആ ഒരു ഫെലോഷിപ്പ് ആചരിപ്പാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞാട്ട് യോഗ്യതയില്ലാത്ത സ്ഥാനത്താണ് കൊണ്ടിരുത്തിയത്. ഹല്ലേലൂയ. 2, എന്താ മേശ കാണിക്കുന്നത്? ഹല്ലേലൂയ, അത് ഒരു മാന്യതയാണ്. അവൻ പ്രിയപ്പെട്ടവരെന്ന് മാത്രമല്ല, അവൻ വീണ്ടും വിളിച്ചു പറയുക, നിങ്ങളെനിക്ക് ബഹുമാന്യന. ഒരു ഇൻവിറ്റേഷനാണ് ദൈവം തന്നത്, ഒരു സ്വാഗതം തന്നു. ആ മേശയ്ക്കകത്തേക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്ന് നമ്മെ ഇരുത്തി. നിങ്ങൾക്കറിയാമല്ലോ, മെഹിബോശേത്തിൻ്റെ കഥ ദാവീദിൻ്റെ ചരിത്രത്തിൽ പറയുമ്പോൾ, യോഗ്യതയില്ലാതെ കിടന്ന അവനെ, ഹല്ലേലൂയ മുടന്തനായ അവനെ രാജാവിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരാൻ ഒരു അധികാരം അവന് കൊടുത്തു. അതെത്ര മാന്യതയുള്ള പൊസിഷനാണ്. പ്രിയരെ, കർത്താവിനോട് കൂടെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് ഏറ്റവും മാന്യമായ ഒരു സ്ഥാനമത്രേ. ഇവിടെ രൂത്തിന് പറയാൻ സാധിക്കണം, ഹല്ലേലൂയ ബോവസിൻ്റെ കൂടെ ഇരുന്ന് ഹല്ലേലൂയ ചാറ്റിൽ മുക്കി കഴിക്കാൻ, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാൻ ഒരു യോഗ്യതയും തനിക്കില്ല. താൻ പ്രത്യേകിച്ച് മോവാബിയ ദേശക്കാരിയ, ഒരു ശപിക്കപ്പെട്ട വംശത്തിൽപ്പെട്ടവളാ. യഹൂദൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം മാത്രമല്ല, ഏറ്റവും വലിയ ആദരവൂടാ. തന്നെ മാനിച്ചതാ, തന്നെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരേ ആഹാരം കഴിക്കാനുള്ള മാന്യത ഹല്ലേലൂയ അവൾക്ക് ലഭിച്ചതാ. പ്രിയരെ, നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവും ഈ ഒരു മാന്യതയാണ് നമുക്ക് തന്നത്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നരുളിച്ചെൻ്റെ ദൈവം സമൂഹത്തിൻ്റെ നടുവിൽ, കുടുംബത്തിൻ്റെ നടുവിൽ നമ്മെ മാനിപ്പാൻ വിശ്വസ്തനായ ദൈവമത്രേ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, കൃപയാൽ ഹല്ലേലൂയ നിന്നെ മാനിപ്പാൻ അവൻ വിശ്വസ്തനാ. ഒന്ന്, അവൻ നമ്മോടുള്ള പ്രിയം, നമ്മോടുള്ള സ്നേഹത്തെയാണ് പ്രദർശിപ്പിച്ചത്. ഹല്ലേലൂയ. 2, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആദരവാ. 3, ഹല്ലേലൂയ അവനോട് കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ
ആരും നമ്മെ ഉപദ്രവിക്കത്തില്ല. നാം ഒരു അന്യദേശത്തുകാരെയായിരിക്കാം, നാം ഒരു പുറംപറമ്പിൽ കിടന്ന വ്യക്തിയായിരിക്കാം, നാം കൊള്ളരുതാത്തവരായിരിക്കാം. രൂത്തിനോട് ബോവസ് പറഞ്ഞത് ഇപ്രകാരം: മോളെ, നീ എൻ്റെ വയലിൽ വന്നതുകൊണ്ട് ആരും നിന്നെ ഉപദ്രവിക്കത്തില്ല, ആരും നിന്നെ തൊടത്തില്ല. ഇന്ന് പകൽക്കാലവും കർത്താവിനോട് കൂടെ ഒരു മേശയിൽ നാം ഇരിക്കുമ്പോൾ നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മെ തൊടുവാൻ ഒരു അന്ധകാര ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ മതിയായ ദൈവമാണ്. നാലാമത്തെ കാര്യം, ഇതാ ഒരു മേശയിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ മേശയ്ക്കകത്ത് ഒന്നിനും കുറവ് വരത്തില്ല, ഒന്നിനും കുറവില്ല. ഹല്ലേലൂയ. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: രൂത്ത് കഴിക്കുക മാത്രമല്ല, അവൾ ശേഷിപ്പിച്ചിട്ട് അവൾ തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി അത് പാക്ക് ചെയ്തു, ടേക്ക് അവേ എടുത്തു. ടേക്ക് അവേ. പ്രിയരെ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മേശയിൽ നാം കഴിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ വേണ്ടിയുള്ള സുഭിക്ഷത അവിടെയുണ്ട്, അവിടെ നന്മയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കുറവില്ല മക്കളെ, കുറവില്ല. ഹല്ലേലൂയ. അതാ ദൈവം തരുന്ന ഏറ്റവും വലിയ പ്രോമിസ്. ഇന്ന് പകൽക്കാലം ആ മേശയ്ക്കകത്ത് ഒരു സ്ഥാനം നമുക്ക് കിട്ടിയതോർത്ത് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ വീട്ടിനകത്ത് നന്മയുണ്ടോ? അതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ കരമാ. ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞിട്ട്. അതല്ല, ജീവിതത്തിൽ ഞെരുക്കത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഉള്ളതിനെ ഓർത്ത് നന്ദി പറ. നിങ്ങളുടെ വീട്ടിൽ ഹല്ലേലൂയ ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. പിറുപിറുക്കാതെ ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ടെസ്റ്റ് മണിക്ക്, ഒരു വലിയ സാക്ഷ്യത്തിന് അത് കാരണമായി തീരും. രൂത്തിൻ്റെ പുസ്തകം ഹല്ലേലൂയ 2:19 ഹല്ലേലൂയ അമ്മായിയമ്മയോട് ഹല്ലേലൂയ താൻ ടെസ്റ്റ് മണി പറയാൻ, താൻ സാക്ഷ്യം പറയാൻ അത് തരമായി തീർന്നു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കും ഈ ദിവസങ്ങളിൽ വലിയ ടെസ്റ്റ് മണികൾ ദൈവം തരട്ടെ. മറ്റുള്ളവരോട് സാക്ഷ്യം പറയാൻ, കർത്താവിനോട് കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഒരു സാക്ഷ്യമാണ്. ഇന്ന് രാവിലെ സമയത്ത് കർത്താവ് അതിന് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.